ജമ്മു കാശ്മീരിൽ ഭീകരർക്കായി തെരച്ചിൽ ആരംഭിച്ച സുരക്ഷാ സേന. ദോഡ മേഖലയിലാണ് തെരച്ചിൽ. പോലീസും സൈന്യവും CRPFും സംയുക്തമായി ഇവിടെ തെരച്ചിൽ നടത്തുകയാണ്. പ്രദേശത്ത് ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്ത് ഭീകരരുടെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായ സാഹചര്യത്തിലാണല്ലോ സുരക്ഷാ സേന സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നത്. സൈന്യവും CRPFും ഒക്കെ ചേർന്നുള്ള സംയുക്ത തെരച്ചിൽ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ, ഇന്നലെ വൈകിട്ട് ഈ ദോഡ മേഖലയിൽ ചില ഭീകര സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. 3 ഭീകരരെ നാട്ടുകാർ കണ്ടതായാണ് സൂചിപ്പിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗവും ഈ മേഖലയിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ദോഡയിലെ വനമേഖലയിൽ പ്രത്യേക തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ വെളിച്ചത്തിൻ്റെ അഭാവം കാരണം തിരച്ചിൽ അല്പം ദുഷ്കരമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ കൂടുതൽ മേഖലയിൽ കൂടുതൽ സൈന്യത്തെയും അതേപോലെ തന്നെ CRPFിനെയും പോലീസിനെയും എത്തിച്ച കൂടുതൽ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ സ്നിഫർ ഡോഗുകളും അതേപോലെ തന്നെ ഡ്രോൺ അടക്കമുള്ളവ ഈ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ 3 പേരല്ലാതെ കൂടുതൽ ഭീകരരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് സുരക്ഷാ സേനയും മറ്റും വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ ഈ ശൈത്യകാലത്താണ് ഈ കൂടുതലായി പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം ധാരാളമായുള്ളത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നുഴഞ്ഞുകയറി എത്തിയവരാകാം, അല്ലെങ്കിൽ നേരെ ഈ ജമ്മു കാശ്മീർ സ്വദേശികൾ തന്നെ പാകിസ്ഥാനിൽ പോയി പരിശീലനം ലഭിച്ച് തിരിച്ച് മടങ്ങിയതാകാം എന്നുള്ളതാണ് പ്രധാനമായും അനുമാനിക്കുന്നത്. ഏതായാലും ഭീകര സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് CRPFും പോലീസും കരസേനയും ചേർന്നിട്ടുള്ള സംയുക്ത സേനാ വിഭാഗം ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. വ്യക്തമാണ്. ജമ്മു കാശ്മീരിലെ ദോഡ മേഖലയിലാണ് ഭീകര സാന്നിധ്യം കണ്ടെത്തുന്നതിനെ തുടർന്ന് സൈന്യം, CRPFും പോലീസും ഒക്കെയായി ചേർന്ന് സംയുക്ത തെരച്ചിൽ ശക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.